അറബി മാന്ത്രികത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ബന്ധങ്ങൾ ശിഥിലമാകുകയും അതുവഴി ആ ബന്ധങ്ങളെ നാണക്കേടും നാറ്റക്കേസുമൊക്കെ ആയി മാറിയ ദുരനുഭവങ്ങളുണ്ടായ ആളുകളെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഈ വീഡിയോ ഒട്ടനവധി പേര് ശ്രദ്ധിക്കുകയും കാണുകയും അതുപോലെ തന്നെ നിരവധി പേര് വിളിക്കുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിൽ പ്രണയം മുഖാന്തരം ജീവിതം അങ്ങേയറ്റം നാണക്കേടായ അനുഭവങ്ങളുണ്ടായ നിരവധി ആളുകളാണ് വിളിക്കാനിട വന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രണയം നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നത്? അത് പറഞ്ഞിട്ടുണ്ട്. മുൻപിലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ 2-ൽ 3 ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരാകാം, നാട്ടുകാരാകാം, കൂട്ടുകാരാകാം, ആരുമാകാം. ഇങ്ങനെ പ്രണയത്തിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ട് അത് മറ്റുള്ളവരുടെ കൈകളിൽ എത്തപ്പെടുമ്പോഴാണ് പ്രണയം നാറ്റക്കേസായി മാറുന്നത്. അത് വിഹിതമായാലും അവിഹിതമായാലും എല്ലാം ഫലം ഒന്ന് തന്നെയാണ്. നമ്മൾ പൂർണ്ണമായും ആ വിഷയത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ആരെങ്കിലും ആശ്രയിച്ച് കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജന ഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. അതാണ് പലരും വിളിച്ചു, ഉസ്താദേ ഞാൻ പല സ്ഥലങ്ങളിലും പോയി നോക്കി, എനിക്കൊരു കാര്യവും നടന്നില്ല എന്ന രീതിയിൽ നിരവധി ആളുകൾ പറയുന്നു. ഈ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനി നടക്കാനൊന്നുമില്ല, നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ കർമ്മങ്ങൾ ചെയ്യുകയും ബന്ധത്തിൻ്റെ രഹസ്യ സ്വഭാവം നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ ദീർഘകാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ബന്ധത്തിലിരിക്കുന്ന സമയത്ത് ബന്ധങ്ങളെ ബലപ്പെടുത്തുകയും അതിന് മറകെട്ടി അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ബന്ധവും പൊട്ടിപ്പോവില്ല, തകർന്നു പോവില്ല. ഈ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ബന്ധങ്ങൾ നടക്കുന്ന സമയത്ത്, ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ കാർമ്മികരുടെയോ കർമ്മങ്ങളുടെയോ ആവശ്യകത ആരും ചിന്തിക്കുകയോ അതിൻ്റെ ആവശ്യം വരുമെന്ന് ഓർക്കുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്ടബന്ധത്തിലായിരിക്കുമ്പോഴാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇഷ്ടബന്ധത്തിലായിരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് ചെലവ് കുറയും, ബന്ധങ്ങൾ നിലനിൽക്കും, നമ്മുടെ ദുഃഖഭാരം കുറയും. ഇതൊക്കെ അതിൻ്റെ പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നേഹബന്ധത്തിലായിരിക്കാൻ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നെങ്കിൽ എപ്പോഴും സ്നേഹബന്ധത്തിൽ മറ്റൊരു സ്നേഹബന്ധവുമായിട്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഭവനത്തിലെ സ്നേഹക്കുറവ് തന്നെയാണ് അതിൻ്റെ മുഖ്യ കാരണം. കാരണം പലരും കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മുഖാന്തരം സ്നേഹം എവിടെയാണോ കിട്ടുന്നത് അങ്ങോട്ടേക്ക് ആ വ്യക്തി ചാഞ്ഞു പോകുന്നതുകൊണ്ടാണ് സ്നേഹാകർഷണം എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിലൊക്കെ തന്നെ ശത്രുക്കളുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ സ്നേഹത്തെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുകയും ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പം ഈ ബന്ധങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ താല്പര്യം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, സ്നേഹിക്കുന്നതായ സമയത്ത് ബന്ധത്തെ ദൃഢപ്പെടുത്തി മറ്റുള്ളവർ കാണാതെ മറകെട്ടി സ്നേഹവും സന്തോഷവും പങ്കിട്ട് ദീർഘകാലം മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.